എല്ലാ ആളുകളോടും ചോദിച്ചൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. എന്താണ് ഈ സംഘഗ്രാമം? ഉഷാദുരീച്ചൻ വന്നിരിക്കും. സംഘാടകരായ ആളുകളോട് ചോദിച്ചു, എന്താണ് സംഘഗ്രാമം എന്ന ഒരാശയത്തെ സംബന്ധിച്ച് ചോദിക്കേണ്ടത്. ഞാൻ അതുകൊണ്ട് വളരെ കുറഞ്ഞ വാക്കുകളിൽ സംഘഗ്രാമത്തെ സംബന്ധിച്ച് ഒരു വിശദീകരണം നൽകാനാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഇവിടെ ആദരിക്കപ്പെട്ടവരെല്ലാവരും ബിരുദതലം മുതൽ മുകളിലേക്ക് ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് കടന്നു കയറിയ ആളുകളാണ്. വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യമാണ് സംഘഗ്രാമം നൽകിപ്പോരുന്നത്. അതുകൊണ്ടാണ് ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കാൻ തന്നെ ഞങ്ങൾ മുന്നോട്ട് വന്നത്. കാരണമെന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം മുന്നോട്ട് വെക്കപ്പെട്ടിട്ടുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ അധികാരം 3 തൂണുകളിലായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ഒരു പൊളിറ്റിക്കൽ സ്കീം. കൃഷ്ണേട്ടനും രാജനും കൂടെ വേദിയിലേക്ക് പോകും. നിങ്ങൾക്കറിയാമോ, ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യൽ 3 തൂണുകളിലാണ് നമ്മുടെ അധികാരത്തെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഇതിൽ പലപ്പോഴും നമ്മൾ ലെജിസ്ലേച്ചറിന് മാത്രമാണ് നമ്മൾ ശ്രദ്ധ കൊടുത്തിട്ടുള്ളത്. MLA ആവുക, MP ആവുക, മന്ത്രിയാവുക, പഞ്ചായത്ത് മെമ്പറാവുക. എക്സിക്യൂട്ടീവിനും ജുഡീഷ്യറിക്കും വേണ്ടി ഈ സമൂഹത്തെ തയ്യാറാക്കുന്ന വലിയ നിലയിലുള്ള പ്രവർത്തനങ്ങളൊന്നും തന്നെ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നതാണ് ഒരു വസ്തുത. ഇവിടെ ആദരിക്കപ്പെട്ട വിദ്യാർത്ഥികളെല്ലാം നിങ്ങളുടെ മാതാപിതാക്കളുടെയും നിങ്ങളുടെയും പരിശ്രമത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് വന്നവരാണ്. സംഘഗ്രാമം മനസ്സിലാക്കുന്നത് 3 കാര്യങ്ങളാണ് നിങ്ങളെ രൂപപ്പെടുത്തുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ളത് എന്നാണ്. 1, നിങ്ങളുടെ വലിയ പരിശ്രമം, നിതാന്തമായ പരിശ്രമം, നിങ്ങളുടെ കഠിനമായ പരിശ്രമം. 2, നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് നൽകിയ വലിയ പിന്തുണ. ഇവിടെ ആദരിക്കപ്പെട്ടവരുടെ ലിസ്റ്റ് പരിശോധിച്ചപ്പോൾ ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഏകദേശം 70% ആളുകളും കൂലിപ്പണിക്കാരായ ആളുകളുടെ മക്കളാണ്. അത് വലിയൊരു സന്ദേശമാണ് ഈ സമൂഹത്തിന് നൽകുന്നത്. നിങ്ങൾ ആരും നിങ്ങളുടെ അച്ഛനോ അമ്മയോ കൂലിപ്പണിക്കാരനാണെന്ന് പറയുന്നതിൽ നിങ്ങൾ സങ്കടപ്പെടേണ്ടതില്ല. കാരണം അതൊരു അഭിമാനമാണ് എന്ന് തന്നെ നിങ്ങൾ കരുതണം. അവിടെ നിന്നുകൊണ്ടാണ് നിങ്ങൾ ഈ ഉയരങ്ങളിലേക്ക് വന്നത് എന്നത് നിങ്ങളുടെ കഴിവിനെ അല്ലെങ്കിൽ നിങ്ങളുടെ മിടുക്കിനെ, ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങളുടെ ടാലന്റിന്റെ ഒരു തെളിവാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വലിയ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. നിങ്ങളും ആ സന്തോഷം പങ്കുവെക്കണം. എൻ്റെ അച്ഛൻ ഒരു കൂലിപ്പണിക്കാരനാണെന്ന് പറയുന്നതിൽ, അല്ലെങ്കിൽ എൻ്റെ അമ്മ ഒരു വീട്ടുജോലിക്കാരിയാണെന്ന് പറയുന്നതിൽ നിങ്ങൾ അഭിമാനിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാറുള്ളത്. അവിടെ നിന്നാണ് നമ്മളെല്ലാവരും ഈ വലിയ ഉയരങ്ങളിലേക്ക്, ഈ ജീവിത സാഹചര്യങ്ങളിലേക്ക് വളർന്നു വന്നത് എന്നത് നിങ്ങൾ ആരും മറന്നു പോകരുത് എന്നതാണ് ഞങ്ങൾക്ക് പറയാറുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സംഘടനകൾ, നമ്മുടെ പ്രസ്ഥാനങ്ങൾ, നമ്മുടെ നേതാക്കളെല്ലാം ജുഡീഷ്യറിയിലും എക്സിക്യൂട്ടീവിലുമുള്ള നമ്മുടെ പ്രാതിനിധ്യം ഉയർത്തുന്നതിന് വേണ്ടിയുള്ള യാതൊരു പരിശ്രമങ്ങളും ചെയ്യാതെ സംഘഗ്രാമത്തിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തന മേഖല എക്സിക്യൂട്ടീവിലും ജുഡീഷ്യറിയിലും നമ്മുടെ മതിയായ പ്രാതിനിധ്യം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഈ ഫ്ലെക്സ് ബോർഡിന്റെ പുറകിൽ ഒരു ചിത്രം കാണാം. അത് ഞങ്ങളുടെ ഒരു സ്വപ്നമാണ്, യാഥാർത്ഥ്യമായിട്ടില്ല. അതൊരു പഠന ഗവേഷണ പരിശീലന കേന്ദ്രമാണ്. IAS-കാരെ, IPS-കാരെ, ഡോക്ടർമാരെ, എഞ്ചിനീയർമാരെ, അഭിഭാഷകരെ, വിവിധ തലങ്ങളിൽ ഉയർന്ന ശേഷിയുള്ള ആളുകളെ രൂപപ്പെടുത്തിയെടുക്കാനുള്ള ഒരു പഠന പരിശീലന ഗവേഷണ സേവന കേന്ദ്രം ആരംഭിക്കുക എന്നതാണ് സംഘഗ്രാമത്തിന്റെ സ്വപ്നം. അതാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യം. ഇവിടെ നിന്ന് ഒരുപാട് IAS-കാരുണ്ടാക്കണം. നിങ്ങൾക്കറിയാം, നമ്മൾ സംവരണത്തിന്റെ ഗുണഭോക്താക്കളാണ്. കേരളത്തിൽ 8-2 10% പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് സംവരണമുള്ളത്. കേന്ദ്രത്തിൽ അത് 22.5%, 15.7%. ഈ സംവരണത്തിലൂടെയല്ലാതെ, സംഘഗ്രാമത്തിന്റെ പ്രഖ്യാപിതമായ ലക്ഷ്യമാണ്, സംവരണത്തിലൂടെയല്ലാതെ മെറിറ്റിലൂടെ
ഒന്നാമതെത്തുന്നൊരു തലമുറയെ രൂപപ്പെടുത്തിയെടുക്കുക എന്നതാണ് സംഭവിക്കുന്നത്. We should not be confined to reservation. സംവരണത്തിന്റെ പരിമിതിയിലേക്ക് ചുരുങ്ങുന്നവരെയല്ല നമുക്ക് ആവശ്യം. സംവരണത്തിലൂടെ എങ്ങനെയെങ്കിലുമൊക്കെ അകത്ത് കിടക്കുന്ന ഒരു വിഭാഗത്തെ അല്ല സംഘഗ്രാമം ലക്ഷ്യം വെക്കുന്നത്.